ആ ഒരു നാട്ടിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും അല്ലേ സൗഹൃദം അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു. തീർച്ചയായിട്ടും സൗഹൃദം അതിൽപ്പെട്ട ചില ആൾക്കാർ ചില വ്യക്തികൾ സാറിനെ കുറിച്ച് എന്താ സംസാരിച്ചിട്ടുള്ളതെന്ന് നമുക്കിവിടെ വീഡിയോ ഉണ്ട്, അത് കാണാം. ഓണക്കൂർ സാറിൻ്റെ കൃതികളിൽ എല്ലാം തന്നെ ഈ കൂത്താട്ടുകുളത്തെ രക്തസാക്ഷികളുടെ നാടായ കൂത്താട്ടുകുളത്തിൻ്റെ സ്വാധീനം, ഇവിടെ നടന്നിട്ടുള്ള കർഷക സമരങ്ങളുടെ സ്വാധീനം, ഇവിടെ നടന്നിട്ടുള്ള പോലീസ് മർദ്ദനങ്ങളുടെയും അതുപോലുള്ള നിരവധിയായ പീഡനങ്ങളുടെയും ഒക്കെ അനുഭവ സാക്ഷ്യം അദ്ദേഹത്തിൻ്റെ എഴുത്തിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും എല്ലാം നമുക്ക് നെളിച്ച് കാണാനായിട്ട് കഴിയും. ഈ കൂത്താട്ടുകുളം പ്രദേശം ജന്മം നൽകിയ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ ജോർജ് ഓണക്കൂർ. അദ്ദേഹത്തിൻ്റെ എഴുത്ത് അനുസ്യൂതം മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇവിടെ അടുത്തൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഡോക്ടർ ഓണക്കൂർ സാർ എത്തിയപ്പോൾ ഈ മന സന്ദർശിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ എഴുതുന്ന പുസ്തകം ഈ മനയോടും ഇവിടുത്തെ ജീവിതത്തോടും ബന്ധപ്പെട്ടതായിരിക്കും. ഈ പുസ്തകം ആദിശങ്കരൻ പിറന്ന ആ മുറിയിൽ ഞാൻ സമർപ്പിക്കും. അന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പുസ്തകം ഇപ്പം പ്രസിദ്ധീകരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും ഭാവി പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും ആത്മബന്ധമുള്ള ആളെന്നുള്ള നിലയിൽ എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. അദ്ദേഹത്തിന് സ്വന്തം നാടും സ്വന്തം ജനങ്ങളും എന്നും ഒരു ദുഃഖം തന്നെയാണ്. നാട് വിട്ട് ദൂരദേശങ്ങളിൽ താമസിക്കേണ്ടി വരുന്നു എങ്കിൽ പോലും അദ്ദേഹം സ്വന്തക്കാരോടും മറ്റുള്ള ജനങ്ങളോടും കാണിക്കുന്ന ഇഷ്ടം, അവരെ ഞാനിപ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കാറുണ്ട്. ഒരു തിരയിളക്കമാണ്, സന്തോഷത്തിൻ്റെ തിരയിളക്കം ആ കണ്ണുകളിൽ ഞാൻ ദർശിക്കാറുണ്ട്. ഇവിടെ ഇല്ലങ്ങളും ബ്രാഹ്മണരും ആയിട്ടുള്ള അടുപ്പം പുള്ളി ഭാഷാ പാണ്ഡിത്യത്തിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇല്ലത്ത് അന്നത്തെ കാലത്ത് ഒരു നസ്രാണിയായ ഒരാൾ ഒരു ഇല്ലത്ത് ചെന്നിരുന്ന് ബ്രാഹ്മണ ഇല്ലത്ത് സംസ്കൃതം അഭ്യസിക്കുക വലിയൊരു അസാധ്യമായൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ഭാഗ്യവും ചേട്ടന് കിട്ടി. ആ ചേട്ടൻ്റെ സ്വഭാവവിശേഷവും ചേട്ടൻ്റെ കഴിവുകളെ നാട് അംഗീകരിച്ച്, കുഞ്ഞിലെ മുതൽ അംഗീകരിച്ച് തുടങ്ങി എന്നതിന് തെളിവാണ്. ഓരോ വ്യത്യസ്ത മേഖലകളിലെ ആൾക്കാർ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കുറേ കാര്യങ്ങൾ പറയുന്നത്. അതായത് സംസ്കൃതം പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. കുറേ കാലം പഠിച്ചിട്ടുണ്ട് സംസ്കൃതം എന്നുവെച്ചാൽ അങ്ങനെ അധികം പഠിക്കാൻ പറ്റില്ല. എൻ്റെ അപ്പച്ചനൊരു കൃഷിക്കാരനായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അന്ന് ഭൂമിയെല്ലാം ഇല്ലത്തെയാണ്, നമ്പൂതിരി ഇല്ലത്തെയാണ്. അപ്പം ഞങ്ങളൊക്കെ പാട്ടക്കാരെന്ന് പറയാം. ചടച്ച വർഷത്തിലൊരു ചെറിയൊരു അളവ് കൊടുക്കണം. അപ്പോൾ ഒരിക്കൽ പാടത്തു നിന്ന് എൻ്റെ ഫാദറും ഞാനും കൂടെ ഒരുമിച്ച് പോരുമ്പോഴത്തേക്ക് അവിടുത്തെ ഇല്ലത്തെ വലിയ തിരുമേനി അദ്ദേഹം എൻ്റെ അപ്പച്ചനെ ഒരു തൊഴുത് വരുന്നത് ഞാനും ഒന്ന് നമസ്കരിച്ചു. അപ്പം എൻ്റെ ചോദിച്ചു, കുട്ടനായ ക്ലാസ്സിലാണ് എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അപ്പച്ചൻ പറഞ്ഞു സ്കൂളിൽ പഠിക്കണം. എന്നോട് ചോദിച്ചു, ഇയാൾ പറയൂ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എന്നെ ക്ലാസ്സിൽ പഠിക്കുകയാണ്. കൊള്ളാമല്ലോ മിടുക്കൻ, സംസ്കൃതം പഠിക്കണമെന്നുണ്ടോ കുട്ടിക്ക് എന്ന് ചോദിച്ചു. ആയിക്കളയെന്ന് ഞാനും തീരുമാനിച്ചു. കാരണം അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയായ ഇല്ലത്തെ കുട്ടിയുണ്ട്. ഞങ്ങൾ എല്ലാം വലിയ കാര്യമാണ്. ഞാൻ ആ ഇല്ലത്ത് പോയിരുന്ന് അവിടുത്തെ നമ്പ്യാരേട്ടൻ ഞങ്ങളെ അവിടുത്തെ കുട്ടികൾക്കൊടൊപ്പം എന്നെ ഇരുത്തി കുറേ സംസ്കൃതം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നൃത്തവും പഠിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ പെൺകുട്ടികൾ ഇല്ലത്തെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ തിരുവാതിര കളിക്കുക അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് ഫോമിൻ്റെ സ്റ്റെപ്പ് പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ പോയി നോക്കിയിരിക്കും. നിനക്ക് പഠിക്കണോടാ എന്ന് ടീച്ചർ ചോദിക്കും, ദേവയാനി ടീച്ചർ ചോദിക്കും. എന്നുവെച്ചാൽ അങ്ങനെ ഒരു വീണ് കിട്ടുന്ന ഭാഗ്യങ്ങളാണ്.